സാധാരണ സർക്കാർ ജീവനക്കാരൻ ഒരു ദിവസം അറിയാതെ കോടിക്കണക്കിന് രൂപയുടെ ഒരു കൊള്ളയുടെ നടുവിൽപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അത് നമുക്ക് കഥ കണ്ടു തന്നെ അറിയാം. കൂടുതലൊന്നും പറയാതെ തന്നെ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. 2026 പുറത്തിറങ്ങിയ ഐ നോബഡി എന്ന സിനിമയുടെ കഥയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാൻ തുടങ്ങിക്കോളൂ. മൂവിയുടെ തുടക്കത്തിൽ നമ്മുടെ നായകനായ രാജീവൻ തന്റെ വണ്ടിയിൽ നിന്നിറങ്ങി ഒരു ഗണ്ണുമായി ബാങ്കിന്റെ അകത്തേക്ക് കയറി പോവുകയാണ്. അയാൾ അകത്തു പോയതിന് തൊട്ടു പിന്നാലെ ഒരു വാൻ ബാങ്കിന്റെ മുന്നിൽ വന്നു നിൽക്കുന്നുണ്ട്. അല്പസമയത്തിന് ശേഷം 3 കള്ളന്മാർ ബാങ്ക് കൊള്ളയടിച്ച ശേഷം രാജീവിനെ ബന്ദിയാക്കി അവന്റെ മുഖം മറച്ചുകൊണ്ട് വാനിൽ കയറ്റി പോകുന്നു. ആ കള്ളന്മാരും തിരിച്ചറിയാതിരിക്കാൻ മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. ആ കള്ളന്മാരുടെ പിന്നാലെ അവരെ പിടിക്കാൻ വേണ്ടി 2 പോലീസുകാർ പോകുന്നുണ്ടെങ്കിലും അവരുടെ വണ്ടിയുടെ ടയർ പഞ്ചറാക്കി ആ കള്ളന്മാർ രക്ഷപ്പെടുന്നു. കുറെ ദൂരം പോയതിനു ശേഷം തങ്ങൾ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ രാജീവനെ അവർ റോഡിൽ ഉപേക്ഷിക്കുന്നുണ്ട്. അതിനിടയിൽ ആ കള്ളന്മാരിൽ ഒരുവന്റെ ഡ്രസ്സിലുണ്ടായിരുന്ന ബാഡ്ജ് രാജീവന്റെ കയ്യിൽ കിട്ടുന്നു. ആ ബാഡ്ജ് തിരിച്ചെടുക്കാൻ വേണ്ടി അവർ രാജീവനെ ഉപേക്ഷിച്ച സ്ഥലത്തേക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു ട്രക്കുമായി വണ്ടി കൂട്ടിയിടിച്ച് അവർ 3 പേരും മരിക്കുന്നു. റോഡിൽ നിന്ന് കിട്ടിയ രാജീവനെ നാട്ടുകാർ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയ ആ 2 പോലീസുകാർക്ക് അവനെ തന്നെയാണ് കള്ളന്മാർ കൊണ്ടുപോയതെന്ന് മനസ്സിലായി. രാജീവൻ തന്റെ കയ്യിലുള്ള കള്ളന്മാരിൽ നിന്ന് കിട്ടിയ ബാഡ്ജ് അവരെ ഏൽപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ആ 2 പോലീസുകാരിൽ അനസ് എന്ന പോലീസുകാരൻ ആ കള്ളന്മാരുടെ കൂട്ടാളിയായിരുന്നു. ആ ബാഡ്ജ് കാരണം അവരുടെ ഐഡന്റിറ്റി പുറത്തു വരുമെന്ന് വിചാരിച്ച് അവൻ അവരെ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവർ 3 പേരും ആക്സിഡന്റിൽ മരിച്ചു എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. ബാങ്ക് കൊള്ളയടിച്ച കള്ളന്മാർ രക്ഷപ്പെട്ടു പോയതുകൊണ്ട് അനസിനും കൂട്ടാളിക്കും സസ്പെൻഷൻ കിട്ടുന്നു. ബാങ്ക് കൊള്ളയെക്കുറിച്ച് രാജീവന്റെ അടുത്ത് പോലീസുകാർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഭാര്യയായ മീര അവിടെ എത്തുന്നുണ്ട്. ഇത്ര വലിയ പ്രശ്നമുണ്ടായി ഭർത്താവ് ഹോസ്പിറ്റലായതിന്റെ ഒരു വിഷമവും മീരയുടെ മുഖത്ത് കാണുന്നില്ലായിരുന്നു. SP മീഡിയയ്ക്ക് ബാങ്ക് റോബറിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണ്. റോബറിക്ക് ശേഷം രക്ഷപ്പെട്ടു പോയ 3 കള്ളന്മാരും കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു. അവർ മോഷ്ടിച്ച 17 കോടിയോളം രൂപയും സ്വർണവും ആ കാറിലില്ലായിരുന്നു. അത് ആ കള്ളന്മാർ ആക്സിഡന്റിന് മുൻപേ വേറെ എവിടെയോ ഒളിപ്പിച്ചിരുന്നു. മീര രാജീവനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പക്ഷെ മീര രാജീവനോട് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നത് പോലുമില്ല. മീരയ്ക്കും രാജീവനും 2 പെൺകുട്ടികളാണ് ഉള്ളത്. മൂത്ത കുട്ടിയുടെ പേര് ജിയ എന്നും ഇളയ കുട്ടിയുടെ പേര് അമല എന്നുമാണ്. ജിയ രാജീവനോട് സംസാരിക്കാറില്ല. അമല മാത്രം അവൻ എന്തു പറ്റിയെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. മീരയും രാജീവനും ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും അവർ സെപ്പറേറ്റഡ് ആയ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. മീര തന്റെ കുട്ടികളെയും കൊണ്ട് അവളുടെ റൂമിൽ തന്നെയാണ്. രാജീവനാകട്ടെ ഒറ്റയ്ക്ക് തന്റെ റൂമിലും. കള്ളന്മാർ ബാങ്കിൽ വെച്ചടിച്ച രാജീവന്റെ മുറിവിൽ അമല മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾ രാജീവനോട് ഒരു കഥ പറഞ്ഞു തരാൻ പറയുന്നു. അപ്പോൾ അവൻ അന്നു നടന്ന സംഭവങ്ങൾ ഒരു ആമയുടെയും മുയലിന്റെയും കഥ പോലെ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മീരയ്ക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട്. രാജീവൻ രാവിലെ പോയത് മീരയുമായി അഫെയർ ഉള്ള ആ ബാങ്ക് മാനേജറിനെ കാണാൻ വേണ്ടിയായിരുന്നു. അവൻ അവിടെ എത്തിയപ്പോഴാണ് ആ കള്ളന്മാർ ബാങ്ക് കൊള്ളയടിക്കാൻ അവിടേക്ക് വരുന്നത്. രാജീവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് താഴേക്ക് വീഴുകയും അതുകണ്ട കള്ളന്മാർ അവനെ മർദ്ദിക്കുകയും പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ഈ കഥ രാജീവൻ മകളോട് പറയുമ്പോൾ മീരയും അത് കേൾക്കുന്നുണ്ട്. അവൾക്കും അവൻ ബാങ്കിൽ പോയത് എന്തിനാണെന്ന് മനസ്സിലായി. പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ പോവാൻ റെഡിയായി നിന്ന രാജീവനെ ചോദ്യം ചെയ്യാൻ പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നാൽ ചോദ്യം ചെയ്യൽ മാത്രം നടന്നില്ല. അങ്ങനെ തുടർച്ചയായി കുറെ ദിവസങ്ങൾ രാജീവൻ പോലീസ് സ്റ്റേഷനിൽ വരികയും വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. 17 കോടി രൂപയും കൊണ്ട് കള്ളന്മാർ കടന്നുപോയ വഴിയുടെ റൂട്ട് മാപ്പ് പത്രത്തിൽ വരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വഴിയിൽ എവിടെയെങ്കിലും അവർ പണം ഒളിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് ആളുകൾ ആ വഴിയൊക്കെ പരിശോധിക്കാൻ തുടങ്ങുന്നു. രാജീവിന്റെ ഫ്ളാറ്റിന്റെ മെയിന്റനൻസിലുള്ള ജേക്കബ് എന്ന ആളും വഴിനീളെ ഈ പൈസ അന്വേഷിക്കാൻ തുടങ്ങുന്നുണ്ട്. അയാൾക്ക് വലിയൊരു കടമുണ്ട്. അത് വീട്ടാൻ വേണ്ടിയാണ് അയാൾ ഈ പൈസ അന്വേഷിക്കുന്നത്. നാട്ടുകാരൊക്കെ ആ വഴികൾ അരിച്ചു പറക്കിയെങ്കിലും അവിടെ നിന്നും ഒന്നും കിട്ടുന്നില്ല. അനസും ആ പൈസ അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. ആ കള്ളന്മാർ മരിച്ച സ്ഥിതിക്ക് ആ പൈസ കിട്ടിയാൽ അത് മുഴുവനും അവന് സ്വന്തമാക്കാൻ പറ്റുമല്ലോ. അനസ് രാജീവനെ കാണാൻ വേണ്ടി അയാളുടെ ഓഫീസിലെത്തുന്നുണ്ട്. ഈ കേസ് കാരണം തന്നെ ജോലി നഷ്ടപ്പെട്ടെന്നും ആ കൊള്ളയടിക്കപ്പെട്ട പൈസ കണ്ടെത്താൻ സഹായിക്കണമെന്നും അനസ് രാജീവനോട് പറയാൻ വരികയായിരുന്നു. അപ്പോൾ അനസിന് രാജീവനെ പോലീസുകാർ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അയാൾ പോലീസുകാരുടെ മുന്നിൽ പെടാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നു. അപ്പോൾ മുതൽ രാജീവന് ആരൊക്കെയോ തന്നെ പിന്തുടരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാകുന്നു. ഓഫീസിലും വീട്ടിലും എവിടെ പോയാലും ആരൊക്കെയോ അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ സഹികെട്ട രാജീവൻ തന്നെ ഫോളോ ചെയ്യുന്നവരുടെ അടുത്ത് കയർക്കുന്നുണ്ട്. അവർ പോലീസുകാരാണെന്ന് പറഞ്ഞ് രാജീവനെ പിടിച്ചുകൊണ്ടുപോകുന്നു. അതേ സമയത്ത് പോലീസുകാർ വന്ന് അവന്റെ വീടും പരിശോധിക്കുകയാണ്. രാജീവനെ SP ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ആ ദിവസം ബാങ്കിൽ പോയത് എന്തിനാണെന്ന് SP ചോദിക്കുന്നു. ബാങ്ക് റോബറി ചെയ്യപ്പെട്ടപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ രാജീവൻ സംശയാസ്പദമായിട്ടാണ് പെരുമാറിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജീവനും കള്ളന്മാരും കൂടെ ചേർന്നാണ് ആ റോബറി നടത്തിയതെന്ന് അവരൊക്കെ സംശയം പറയുന്നുണ്ട്. ആ ദിവസം രാജീവന്റെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നതും അവരൊക്കെ കണ്ടിരുന്നു. രാജീവൻ ഗണ്ണുമായി എന്തിനാണ് ബാങ്കിൽ പോയതെന്ന് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടും പറയുന്നില്ല. അതുകൊണ്ട് അയാളെ പോലീസുകാർ സ്റ്റേഷനിൽ തന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതറിഞ്ഞ് മീര പോലീസ് സ്റ്റേഷനിലെത്തുന്നു. കുറെ സമയം വെയിറ്റ് ചെയ്തിട്ടും SP അവളെ കാണാത്തതുകൊണ്ട് അവൾ ക്യാബിനിലേക്ക് ഇടിച്ചു കയറി തനിക്ക് ബാങ്കിൽ ഒരാളുമായിട്ട് അഫെയർ ഉണ്ടായിരുന്നുവെന്നും അതിനെപ്പറ്റി
പറ്റി അയാളോട് ചോദിക്കാനാണ് രാജീവൻ അന്ന് അവിടെ പോയതെന്നും മീര പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കി SP അയാളെ വെറുതെ വിടുന്നു. പക്ഷേ അപ്പോഴേക്ക് രാജീവനെ ചോദ്യം ചെയ്യാൻ വിളിച്ച വാർത്ത മീഡിയയിൽ പരന്നിരുന്നു. ഒരു യൂട്യൂബർ തന്റെ ചാനലിൽ രാജീവനും ആ 3 കള്ളന്മാരും കൂടെയാണ് ബാങ്ക് റോബറി നടത്തിയതെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇടുന്നുണ്ട്. രാജീവൻ ആ 3 കള്ളന്മാരെയും കൊന്ന ശേഷം 13 കോടി രൂപ അടിച്ചുമാറ്റിയെന്നും അയാൾ ആ വീഡിയോയിൽ പറഞ്ഞു. അതുകൊണ്ട് നാട്ടുകാരൊക്കെ 17 കോടി രൂപ രാജീവിന്റെ കയ്യിൽ തന്നെ ഉണ്ടാകുമെന്ന് കരുതുന്നു. അതിനുശേഷം എല്ലാവരും രാജീവിനെയും കുടുംബത്തെയും വളരെ സംശയത്തോടെ മാത്രമാണ് നോക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ബാങ്ക് റോബറി ചെയ്ത് മരണപ്പെട്ട കള്ളന്മാരിൽ ഒരുവന്റെ ബന്ധു രാജീവനെ കാണാൻ അവന്റെ ഓഫീസിലെത്തുകയാണ്. എന്നിട്ട് ആ മോഷണ പണത്തിന്റെ പങ്ക് തനിക്ക് കൂടി തരാൻ വേണ്ടി അയാൾ രാജീവനോട് പറയുന്നുണ്ട്. അതുകേട്ട രാജീവൻ അയാളോട് ദേഷ്യപ്പെട്ട് അയാളെ ഓഫീസിൽ നിന്ന് ഇറക്കിവിടുന്നു. രാജീവനെ കാണാൻ വേണ്ടി അനസ് വീണ്ടും വരികയാണ്. രാജീവും ഈ സമയത്ത് ആളുകളുടെ പെരുമാറ്റം കാരണം മനസമാധാനമില്ലാതിരിക്കുകയാണെന്ന് അനസിനറിയാം. അവൻ ആ കാണാതെ പോയ 17 കോടി കണ്ടെത്തിയാൽ തന്റെ ജോലിയും രാജീവിന്റെ മനസമാധാനവും തിരിച്ചു കിട്ടുമെന്ന് രാജീവിനടുത്ത് പറയുന്നു. ഇത് കേട്ട രാജീവ് മോഷണം പോയ പൈസ കണ്ടുപിടിക്കുന്നത് തന്റെ ജോലിയല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഇതൊക്കെ ആലോചിച്ച് രാജീവൻ ഗ്രൗണ്ടിൽ നിന്ന് സിഗരറ്റ് വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സ്കൂളിൽ പഠിക്കുന്ന പയ്യന്മാർ അവന്റെ അടുത്ത് വന്ന് 10,000 രൂപ ചോദിക്കുന്നു. അപ്പോൾ തന്നെ രാജീവൻ അത് തരാൻ പറ്റുകയില്ല എന്ന് അവരോട് പറഞ്ഞു. രാജീവന്റെ മക്കൾ പഠിക്കുന്ന അതേ സ്കൂളിലാണ് അവരും പഠിക്കുന്നത്. അവർ ബാങ്ക് റോബറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് രാജീവനെ ചൊറിയാൻ തുടങ്ങി. അപ്പോൾ തന്നെ രാജീവൻ കാറിൽ കയറി പോകാൻ നോക്കുകയാണ്. അപ്പോൾ അബദ്ധത്തിൽ കാറിന്റെ ഡോറ് ഒരു പയ്യന്റെ കയ്യിൽ കുടുങ്ങുന്നു. അതുകൊണ്ട് ദേഷ്യം വന്ന മറ്റൊരു പയ്യൻ അവന്റെ കാറിന്റെ ചില്ല് അടിച്ചു പൊട്ടിക്കുന്നു. അവിടുത്തെ സിറ്റുവേഷൻ മോശമാകുന്നതിന് മുൻപ് തന്നെ രാജീവൻ കാർ എടുത്ത് വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്ന രാജീവൻ അവിടെ വെച്ച് ആ പയ്യന്മാരെ കാണുന്നുണ്ട്. അവർ വല്ലാതെ ദേഷ്യത്തോടെ രാജീവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ട രാജീവന് ഭയങ്കര ടെൻഷനായി. അയാൾ കുട്ടികളുടെ സ്കൂളിന് പുറത്തുപോയി കുട്ടികളെ സേഫ് അല്ലേ എന്ന് നോക്കുന്നു. തന്നോടുള്ള ദേഷ്യത്തിൽ അവർ തന്റെ കുട്ടികളെ എന്തെങ്കിലും ചെയ്യുമോ എന്നാണ് അയാളുടെ പേടി. അതുകാരണം രാജീവൻ ആ പയ്യന്മാർക്ക് ATM നിന്ന് 10,000 രൂപ എടുത്തുകൊടുത്ത് അവരുമായുള്ള പ്രശ്നം തീർത്തുവിടുന്നു. ഈ സംഭവം കേൾക്കുന്ന നാട്ടുകാരൊക്കെ രാജീവന്റെ കയ്യിൽ ആ 17 കോടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ രാജീവൻ അനസിന്റെ കൂടെ ചേർന്ന് കാണാതായ 17 കോടി കണ്ടുപിടിക്കാൻ തീരുമാനിക്കുന്നു. കള്ളന്മാർ രാജീവിന്റെ കണ്ണുകെട്ടി കൊണ്ടുപോയതുപോലെ സെയിം സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്ത് അന്ന് ആ പൈസ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അവർ. അനസ് ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് കാർ ഓടിക്കുകയും ബാക്ക് സീറ്റിൽ ഇരുന്ന് രാജീവൻ അന്ന് കള്ളന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയുമാണ്. അന്നത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിനിടയിൽ അവർ തങ്ങളുടെ കൂടെ ഒരു പോലീസുകാരനും ഇൻവോൾവഡ് ആണെന്ന കാര്യം പറഞ്ഞത് രാജീവൻ ഓർത്തു. ആ പോലീസുകാരൻ ഒരു വിക്കനാണെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോഴാണ് രാജീവന് ഒരു കാര്യം മനസ്സിലായത്. അനസ് തന്നെയാണ് ഈ റോബറിയിൽ ആ കള്ളന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ. അപ്പോൾ തന്നെ അവൻ വണ്ടി നിർത്താൻ അനസിനോട് പറഞ്ഞു. എന്നിട്ട് എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല, നമുക്ക് ഈ അന്വേഷണം ഇവിടെ നിർത്താമെന്ന് പറഞ്ഞ് അനസിനെ ആ വണ്ടിയിൽ നിന്ന് ഇറക്കിവിട്ട് അവൻ വണ്ടി ഓടിച്ചു പോവുകയാണ്. രാജീവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ആലോചിച്ച് അനസ് ആ റോഡിൽ മിഴിച്ചു നിൽക്കുന്നു. രാജീവ് തന്റെ ഫ്ളാറ്റിലെത്തിയപ്പോൾ ഫ്ളാറ്റിലെ ക്ലീനിംഗ് ലേഡിയും സെക്യൂരിറ്റിക്കാരനും കൂടെ ചേർന്ന് അവന്റെ ഫ്ളാറ്റ് മുഴുവൻ അലങ്കോലമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി രാജീവൻ അവിടെ എത്തിയപ്പോൾ അവർ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. രണ്ടുപേരെയും പിന്തുടർന്ന് രാജീവൻ ലിഫ്റ്റിലേക്ക് എത്തുന്നു. ആ ലിഫ്റ്റിൽ വെച്ച് അവർക്കിടയിൽ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. അവിടെ വെച്ച് രണ്ടുപേരും രാജീവൻ അവരെയും ഭയങ്കരമായിട്ട് മർദ്ദിക്കുന്നു. അവസാനം ആ സെക്യൂരിറ്റി രാജീവൻ കീഴടക്കുന്നുണ്ട്. രാജീവന്റെ ഫ്ളാറ്റിലെ പൂട്ട് പൊളിച്ചിട്ടാണ് അവർ അകത്ത് കയറിയത്. ആ പൂട്ട് ശരിയാക്കാൻ വേണ്ടി ജേക്കബ് അവരുടെ വീട്ടിലെത്തുന്നുണ്ട്. തനിക്കും കുട്ടികൾക്കും ബാങ്ക് റോബറിയുടെ കാര്യം കാരണം മനസമാധാനമായി ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് രാജീവനെ മീര കുറ്റപ്പെടുത്തുകയാണ്. ആ ഒരു മാനസികാവസ്ഥയിൽ കാറുമെടുത്ത് പുറത്തിറങ്ങുന്ന രാജീവന്റെ വണ്ടി ഒരു ഓട്ടോറിക്ഷയുമായി ഇടിക്കുന്നു. അതുകൊണ്ട് നാട്ടുകാരൊക്കെ ഓടിക്കൂടുന്നു. എല്ലാവരും ചേർന്ന് ഓട്ടോ റിപ്പയർ ചെയ്യാനുള്ള പൈസ രാജീവനോട് കൊടുക്കാൻ പറഞ്ഞു. 5 ലക്ഷം രൂപയായിരുന്നു അവർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. നാട്ടുകാർ ബാങ്ക് റോബറിയുടെ പൈസ അവന്റെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് രാജീവന് തോന്നി. ഓട്ടോ നന്നാക്കാനുള്ള പൈസയല്ലാതെ 1 രൂപ പോലും എക്സ്ട്രാ കൊടുക്കില്ല എന്ന് രാജീവൻ പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് രാജീവനും നാട്ടുകാരും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അടിപിടി ഉണ്ടാകുന്നുണ്ട്. ആരോ പോലീസിനെ വിളിക്കുകയും അവരെയെല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസുകാർ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവിടെ ചെന്ന രാജീവൻ തന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം പോലീസുകാരാണെന്നും അവർ ബാങ്ക് റോബറിയുടെ കേസ് പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ടാണ് തനിക്ക് ഈ അവസ്ഥ വന്നതെന്നും പറയുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന SI അവന് കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് സ്മാർട്ടായിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നമ്മളെ ചവിട്ടി താഴ്ത്തി പോയിക്കൊണ്ടേയിരിക്കും. രാജീവ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്ന് മീരയെ അറിയിച്ചതിനെ തുടർന്ന് അവൾ അവിടെ എത്തി രാജീവിനെ ജാമ്യത്തിലെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വീട്ടിലെത്തിയ മീര ഭയങ്കര ദേഷ്യത്തിലാണ്. അവൾ ഡിവോഴ്സ് പേപ്പർ എടുത്തു കൊടുത്തിട്ട് ഒപ്പിട്ട് തരാൻ രാജീവനോട് പറഞ്ഞു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കിടയിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ സാധിക്കില്ല എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ രാജീവൻ തങ്ങളുടെ ജീവിതത്തിൽ പണ്ട് മുതലുണ്ടായ വഴക്കുകളെ പറ്റി ആലോചിച്ച് അവരുടെ റിലേഷൻ ഇനിയും മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്തു കൊടുക്കുന്നു. തന്റെ സസ്പെൻഷൻ റദ്ദാക്കി പോലീസിൽ തിരിച്ചു കയറാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയതാണ് അനസ്.
SI അമ്പലത്തിന്റെ കാണിക്കവഞ്ചി കുത്തിത്തുറന്ന കേസ് അന്വേഷിക്കാൻ പോയിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ അവൻ അവിടേക്ക് പോകുന്നു. അവന്റെ സസ്പെൻഷൻ റദ്ദാക്കി തിരിച്ചെടുക്കാമെന്നും ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും SI അവനോട് പറയുന്നു. കാണിക്കവഞ്ചി കുത്തിത്തുറന്ന കേസ് അന്വേഷിക്കാൻ വന്ന അവർ ആ കാണിക്കവഞ്ചി വെച്ചത് ഒരു അമ്പലത്തിന്റെയും അമ്പല കമ്മിറ്റിയുടെയും പേരിലല്ല എന്ന് മനസ്സിലാക്കുന്നു. ആ വഞ്ചി 3 ആഴ്ചയായി അവിടെ തന്നെ ഉണ്ട്. അതിൽ ആളുകൾ പൈസയും ഇടാറുണ്ടായിരുന്നു. അപ്പോഴാണ് അനസിനൊരു കാര്യം മനസ്സിലായത്. അന്ന് കള്ളന്മാർ കൊള്ളയടിച്ച പണം ആ കാണിക്കവഞ്ചിയിലാണ് ഒളിപ്പിച്ചത്. അനസും രാജീവനും കൂടെ ആ പണം കണ്ടെത്താൻ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് രാജീവൻ ആ സ്ഥലം മനസ്സിലായിരുന്നു. ഇപ്പോൾ ആ കാണിക്കവഞ്ചി കുത്തിത്തുറന്ന് പണമെടുത്തതും രാജീവനാണെന്ന് അനസിന് ഉറപ്പായി. അനസ് പണക്കാരിയായ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. തന്റെ ഭാര്യ വീട്ടുകാരുടെ മുന്നിൽ നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജീവിക്കാൻ വേണ്ടി അവൻ ഒത്തിരി പണത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് പണം സമ്പാദിക്കാൻ വേണ്ടി എന്ത് കാര്യം ചെയ്യാനും അവൻ തയ്യാറാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ മീര അമലയെ അന്വേഷിക്കുകയാണ്. രാജീവന്റെ റൂമിലെത്തിയ മീര ആ കാഴ്ച കണ്ട് ഞെട്ടി. അമല രാജീവന്റെ റൂമിലിരുന്ന് കുറെ പണം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റൂം മുഴുവൻ നോട്ടുകളും സ്വർണവും പരത്തിയിട്ടിരിക്കുകയാണ്. മീര അമലയോട് ഈ പണമൊക്കെ എവിടെ നിന്ന് വന്നെന്ന് ചോദിക്കുന്നു. അപ്പോൾ രാജീവന്റെ കട്ടിലിനടിയിൽ പണം നിറച്ച ബാഗ് അമല മീരയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അതേസമയം ജേക്കബ് ന്യൂസ് പേപ്പറിന്റെ ക്യാഷ് വാങ്ങാൻ അവരുടെ ഫ്ളാറ്റിലെത്തിയിരുന്നു. മീര ക്യാഷ് എടുക്കാൻ പോകുന്ന സമയത്ത് അമല തന്റെ കയ്യിലുള്ള പൈസ അയാൾക്ക് കൊടുക്കാൻ പോകുമ്പോഴേക്കും മീര വന്ന് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ആ നോട്ടുകൾ ഫേക്ക് ആണെന്നും അത് അവൾക്ക് കളിക്കാൻ വേണ്ടി കൊടുത്തതാണെന്നും മീര പറഞ്ഞു. ഇത് കേട്ട് അവിടെ നിന്ന് പോയ ജേക്കബിന് 17 കോടി രൂപ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലായിരുന്നു. ഈ പൈസ വീട്ടിൽ കൊണ്ടുവച്ചതിന് മീര രാജീവിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നു. എന്നിട്ട് അവൾ ദേഷ്യപ്പെട്ട് അവന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാജീവ് നേരെ പോയത് കള്ളന്മാർ ഒളിപ്പിച്ച് ബാഗ് എടുക്കാൻ വേണ്ടിയായിരുന്നു. സമൂഹത്തിൽ എല്ലാവരാലും വേട്ടയാടപ്പെടാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് രാജീവൻ പോയി ആ ബാഗ് എടുത്തുകൊണ്ട് വന്നത്. രാജീവന്റെ കയ്യിൽ ആ പൈസ ഉണ്ടെന്ന് മനസ്സിലാക്കിയ അനസ് ആ പൈസ രാജീവന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ അവന്റെ അളിയന്മാരുടെ സഹായം തേടുന്നു. അവർ അത് തട്ടിയെടുത്ത് വീതിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അതേസമയം രാജീവൻ തന്റെ വീട്ടിലുള്ള പൈസയെല്ലാം ഗാർബേജ് ബാഗിൽ നിറച്ച് വണ്ടിയുടെ ഡിക്കിയിൽ കൊണ്ടുവെക്കുന്നു. ഇതെല്ലാം കാണുന്ന ജേക്കബ് ആ സമയം രാജീവിനെ ഒരു അനോണിമസ് കോൾ വിളിക്കുകയാണ്. എന്നിട്ട് രാജീവിന്റെ ഫ്ളാറ്റിൽ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പൈസയുള്ള കാര്യം തനിക്ക് അറിയാമെന്ന് പറയുന്നു. ആ പൈസയിൽ നിന്ന് തനിക്ക് 70 ലക്ഷം രൂപ തരണമെന്നും അയാൾ പറഞ്ഞു. ആ പൈസ താൻ തന്നില്ലെങ്കിൽ അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. വീട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് കുട്ടികളെ കൊണ്ട് ഇവിടെ താമസിക്കുന്നത് അവർക്ക് ആപത്തായി മാറുമെന്ന് തോന്നിയ മീര അവരെ കൊണ്ട് മാറി താമസിക്കാൻ തീരുമാനമെടുത്തു. അവൾ ജിയോയോട് അടുത്ത ദിവസം സ്കൂളിൽ വന്ന് അവരെ കൂട്ടി പുതിയ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അതുവരെ അമലയോട് കാര്യം പറയണ്ട എന്നും അവളോട് പറയുന്നുണ്ട്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ജേക്കബ് ഫ്ളാറ്റിന്റെ പുറത്ത് പരിചയമില്ലാത്ത ആളുകളെ കാണുന്നു. അവർ രാജീവന്റെ പിന്നാലെ വന്നവരാണെന്ന് മനസ്സിലാക്കിയ അയാൾ ആ കാര്യം രാജീവനെ അറിയിക്കുന്നു. താൻ ഇങ്ങനെ പേടിച്ചിരുന്നാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ രാജീവ് ഒരു വടിയുമായി തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നവരുടെ അടുത്തേക്ക് പോകുന്നു. രാജീവൻ തങ്ങളുടെ അടുത്തേക്കാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ അനസിന്റെ അളിയനും കൂട്ടരും കാർ ഉപേക്ഷിച്ച് അവിടുന്ന് രക്ഷപ്പെടുന്നു. രാജീവ് അവരെ പിന്തുടരുമ്പോഴാണ് മരിച്ച കള്ളന്മാരുടെ ബന്ധുവും കൂട്ടരും രാജീവിനെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നത്. 70 ലക്ഷം രൂപ തനിക്ക് വേണമെന്ന് പറഞ്ഞ് തന്നെ ഫോൺ വിളിച്ചത് ജേക്കബ് ആണെന്ന് രാജീവിന് മനസ്സിലായിരുന്നു. കുറെ പേർ ആ പണത്തിനു വേണ്ടി തന്റെ പിന്നാലെ ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. തന്റെ കയ്യിലെ പൈസയ്ക്ക് വേണ്ടി വരുന്നവർ തന്റെ കുട്ടികളെ എന്തെങ്കിലും ചെയ്യുമോ എന്നാണ് അയാളുടെ പേടി. രാജീവൻ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി ജേക്കബിന്റെ കൂടെ ചേർന്നൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. ജേക്കബ് രാജീവന്റെ ഇളയ മകളായ അമലയെ സ്കൂളിൽ നിന്ന് വരുന്ന വഴി കിഡ്നാപ്പ് ചെയ്യും. എന്നിട്ട് അതൊരു വലിയ വാർത്തയാകുമ്പോൾ ജേക്കബ് വിളിച്ച് കുട്ടിയെ വിട്ടുതരണമെങ്കിൽ ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ച പൈസ വേണമെന്ന് പറയുകയും ആ പൈസ കൊടുത്താണ് കുട്ടിയെ മോചിപ്പിച്ചതെന്ന് വരുത്തി തീർക്കാനാണ് രാജീവിന്റെ പ്ലാൻ. അവന്റെ കയ്യിലെ പൈസ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവനെ ആരും ഫോളോ ചെയ്ത് വരികയില്ലല്ലോ. കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ജേക്കബ് അനസിന്റെ അളിയൻ ഉപേക്ഷിച്ചു പോയ കാറാണ് എടുത്തുകൊണ്ടു പോകുന്നത്. എന്നിട്ട് ജേക്കബും ഭാര്യയും കൂടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് പുറത്തു വരുന്ന സ്ഥലത്ത് കാത്തു നിൽക്കുകയാണ്. എന്നാൽ അവർ കുട്ടിയെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ വേറെ ആരോ ജിയെ തട്ടിക്കൊണ്ടുപോകുന്നു. അവളെ തട്ടിക്കൊണ്ടുപോയത് അനസിന്റെ അളിയനും കൂട്ടരുമായിരുന്നു. കുട്ടികളെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വേണ്ടി എത്തിയ മീരയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വരികയും പെട്ടെന്ന് ഫ്ളാറ്റിലേക്ക് വരണമെന്ന് പറയുകയും ചെയ്യുന്നു. ബാങ്ക് റോബറിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിനായിരിക്കും അവർ വിളിക്കുന്നതെന്ന് മീര വിചാരിച്ചു. പക്ഷെ ഫ്ളാറ്റിലെത്തി നോക്കിയപ്പോൾ ജിയെ കാണാനില്ല. ജിയെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കി മീര ഭയങ്കരമായി ടെൻഷൻ ആകുന്നുണ്ട്. CCTV പരിശോധിച്ചതിൽ ജിയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അമല കരയുകയോ ബഹളമുണ്ടാക്കുകയോ ചെയ്യുന്നില്ല. അതിനെപ്പറ്റി അവളോട് ചോദിച്ചപ്പോൾ ജിയെ കാറിൽ കയറ്റി കൊണ്ടുപോയത് പപ്പയുടെ ഫ്രണ്ട് ആയിരിക്കുമെന്ന് അവൾ വിചാരിച്ചു എന്നാണ് പറയുന്നത്. അതുകേട്ട മീര അമല ചെറിയ കുട്ടിയാണെന്നും അവൾ പറയുന്നതൊന്നും വിലക്കെടുത്ത് ഈ കേസ് തെളിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. മാറ്റി നിർത്തി അമലയോട് മീര കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഇതൊക്കെ രാജീവൻ പ്ലാൻ ചെയ്ത കിഡ്നാപ്പാണെന്ന് മനസ്സിലാകുന്നു. അവൾ രാജീവനെ വിളിച്ച് ജിയെ എവിടെയുണ്ടെന്ന് അന്വേഷിക്കുമ്പോൾ അവൾ സേഫ് ആണെന്നും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെന്നും അത് സോൾവ് ചെയ്ത ശേഷം അവളെ കൊണ്ടുവരാമെന്നും പറയുന്നു. ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി അനസും അവിടെ ഉണ്ടായിരുന്നു. അനസ് രാജീവനും മീരയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഡിവോഴ്സിന് ശേഷം കുട്ടികളെ തനിക്ക് കിട്ടില്ല എന്ന് തോന്നിയ രാജീവൻ തന്നെയാകും അവളെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാകുക എന്ന് SP അവൻ പറയുന്നു. അവൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയ SP രാജീവനെ പിടിച്ചുകൊണ്ടുവരാൻ പറയുന്നു. മീര ഭയങ്കര ടെൻഷനിലാണ്. രാജീവൻ കൊണ്ടുവച്ച സ്വർണവും പണവും അവിടെ തന്നെ ഉണ്ടോ എന്ന് അവൾ പോയി നോക്കുന്നു. പക്ഷെ വീട്ടിൽ നിന്ന് രാജീവൻ അത് മാറ്റിയിരുന്നു. മീര റൂമിലൊക്കെ നോക്കുന്നത് കണ്ട അനസിനും ആ സ്വർണവും പണവും അവരുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാകുന്നു.
അനസ് അളിയനെ വിളിച്ച് രാജീവനോട് കുട്ടിയെ തിരിച്ചു കിട്ടണമെങ്കിൽ പൈസ കൊണ്ടുതരാൻ പറയാൻ പറഞ്ഞു. രാജീവനെ വിളിക്കുന്ന അളിയന് പൈസ കൊടുക്കാമെന്ന് രാജീവൻ ഉറപ്പു നൽകുന്നു. ഒളിപ്പിച്ചു വെച്ച് പൈസ കൊണ്ട് ജേക്കബ് രാജീവന്റെ അടുത്തേക്ക് വരികയാണ്. അനസിന്റെ അളിയന്റെ കാറിൽ തന്നെയാണ് ജേക്കബ് ഈ പൈസ കൊണ്ടുവരുന്നത്. ആ കാർ ഓടിച്ചുകൊണ്ട് ജേക്കബ് പോകുന്ന കാണുന്ന അനസിന്റെ ആളുകൾ അയാളുടെ അടുത്തുനിന്ന് ആ കാറ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ പൈസ കാറിൽ നിന്ന് എടുക്കാൻ ജേക്കബിന് സാധിച്ചില്ല. ഈ കാര്യം ജേക്കബ് രാജീവന്റെ അടുത്ത് പറയുകയും അവർ രണ്ടുപേരും ചേർന്ന് ആ കാറിനെ പിന്തുടരുകയും ചെയ്യുന്നു. ഇതേസമയം അനസ് രാജീവനാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് മീഡിയയ്ക്ക് ന്യൂസ് കൊടുക്കുന്നുണ്ട്. ആ ന്യൂസ് വല്ലാതെ സ്പ്രെഡ് ആകുന്നുണ്ട്. ആളുകളെല്ലാം മീഡിയയിൽ രാജീവനെ കുറിച്ച് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. രാജീവനും ജേക്കബും കാറിൽ പിന്തുടർന്നു പോകുന്ന സമയത്ത് വഴിയിൽ പോലീസ് ചെക്കപ്പ് ഉണ്ടാകുന്നുണ്ട്. ആ ചെക്കപ്പിൽ കാറിലുള്ള പൈസ പിടിക്കാതിരിക്കാൻ രാജീവ് പോലീസിന് കീഴടങ്ങുന്നു. രാജീവനെ പോലീസ് പിടിക്കുന്നുണ്ടെങ്കിലും ജേക്കബ് അനസിന്റെ അളിയന്റെ കാറിന്റെ പിന്നാലെ പോകുന്നുണ്ട്. ജിയ രാജീവന്റെ അടുത്തില്ല എന്നും കുട്ടിയെ തങ്ങളാണ് തട്ടിക്കൊണ്ടുപോയതെന്ന കാര്യവും ഫോണിൽ വിളിച്ച് അനസിന്റെ അളിയൻ മീരയെ അറിയിക്കുന്നു. എന്നിട്ട് അവളുടെ അടുത്ത് ആ പൈസ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് കേട്ട് അവൾ ഭയങ്കര ടെൻഷൻ ആകാൻ തുടങ്ങി. ആ സമയം മുതലെടുത്ത് അനസ് മീരയോട് പോലീസ് രാജീവന്റെ പിറകെ മാത്രമാണ് പോകുന്നതെന്നും കിഡ്നാപ്പർ പറയുന്ന ഡിമാൻഡ് അംഗീകരിച്ച് കുട്ടിയെ രക്ഷിക്കുന്നതാണ് നല്ലതെന്നും പറയുന്നു. അത് കേട്ട മീര മീഡിയയിൽ പോയി അവർ ഡിമാൻഡ് ചെയ്ത സാധനം തരാമെന്നും അതിന് കുറച്ച് സമയം വേണമെന്നും പറയുന്നു. രാജീവനെ പോലീസ് പിടിച്ചപ്പോൾ മീരയെ കൊണ്ട് ആ പൈസയും സ്വർണവും കൈക്കലാക്കാനാണ് അവർ പ്ലാൻ ചെയ്തത്. മീഡിയയിൽ അവൾ ഇങ്ങനെ പബ്ലിക്കായി സംസാരിച്ചതുകൊണ്ട് ആ പ്ലാനും പൊളിഞ്ഞു. പോലീസ് സ്റ്റേഷനിലുള്ള രാജീവനെ പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ അവർക്കിനി ആ പൈസ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലായി. കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ രാജീവൻ പോലീസുകാരെ അടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്നു. അനസിന്റെ അളിയന്റെ കാറ് പോകുന്നതിന് പിന്നാലെ ജേക്കബും ഉണ്ടായിരുന്നു. അവിടേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ രാജീവനോട് അയാൾ പറയുന്നുണ്ട്. ആരെങ്കിലും കാണുന്നതിന് മുൻപ് ആ ക്യാഷ് അവർക്ക് എടുത്തു മാറ്റണമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജീപ്പ് എടുത്ത് രക്ഷപ്പെട്ട രാജീവന്റെ പിന്നാലെ അനസിന്റെ അളിയന്റെ ഗുണ്ടകൾ പോകുന്നുണ്ട്. രാജീവനുമായി കാർ ആക്സിഡന്റിൽ പ്രശ്നമുണ്ടായ ആളുകളും അവിടേക്ക് എത്തുകയാണ്. അവർ അവനെ അടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവരെയൊക്കെ അടിച്ചിട്ട് അവൻ രക്ഷപ്പെടുകയാണ്. വീണ്ടും ആ യൂട്യൂബർ രാജീവനെതിരെ വീഡിയോ ചെയ്യുകയും നാട്ടുകാരൊക്കെ ഈ കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്നു. ഓരോ ആളുകളുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് രാജീവൻ പോകുമ്പോഴേക്കും അയാളെ പിന്തുടർന്ന് വീണ്ടും ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. ഇതേ സമയം SP മീരയുടെ അടുത്ത് രാജീവൻ ക്രിമിനൽ ആണെന്നും കുട്ടികളെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ രാജീവന്റെ രഹസ്യങ്ങളൊക്കെ പറയാനും നിർബന്ധിക്കുന്നു. പക്ഷേ മീര രാജീവനെതിരെ മൊഴി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. രാജീവൻ ഗുണ്ടകളെല്ലാം അടിച്ചിട്ട് പോകുമ്പോഴേക്കും നാട്ടുകാർ രാജീവനെ തിരിച്ചറിയുകയും പിന്തുടരുകയും ചെയ്തു. അപ്പോഴേക്കും മനസ്സിന്റെ അളിയന് കാറിൽ ഒളിപ്പിച്ചിരുന്ന പണം കിട്ടുന്നുണ്ട്. ഈ കാര്യം അനസ് അറിയാത്തതുകൊണ്ട് അവനോട് പറയണ്ട എന്ന് അവർ തീരുമാനിക്കുന്നു. രാജീവനെ പിടിക്കാൻ പോലീസ് വരുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് നാട്ടുകാരുടെയും പോലീസിന്റെയും കണ്ണു വെട്ടിച്ച് അയാൾ രക്ഷപ്പെടുന്നു. ഇത്രയും സമയം പണവും കാറും ഉണ്ടായിരുന്നത് പോലീസ് ക്വാർട്ടേഴ്സിന്റെ മുന്നിൽ തന്നെയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ജേക്കബ് അവിടേക്ക് വരുന്ന അനസിനെ കാണുന്നു. അപ്പോൾ അയാൾക്ക് സംശയം തോന്നുന്നുണ്ട്. അവിടെ തന്നെയായിരുന്നു ജിയയും ഒളിപ്പിച്ചിരുന്നത്. അനസിന്റെ അളിയന്മാർ അനസിനോട് ഇനി ഇതിന്റെ പിന്നാലെ പോകുന്നത് റിസ്ക് ആണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകാൻ നോക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ നിന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ സമ്മതിക്കില്ലെന്നും പെട്ടുകഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് മാത്രമേ പെടുകയുള്ളൂ ും അനസ് അളിയന്മാരോട് പറയുന്നു. രാജീവിന് പിന്നാലെ പോയ പോലീസും മീഡിയയും ജിയെ രക്ഷിക്കുന്നതിന് ശ്രമിക്കുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് മീരയും അമലയും കൂടെ തെരുവിലിറങ്ങി കുട്ടിയെ അന്വേഷിക്കുകയാണ്. ഇതേസമയം രാജീവനും ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്ക സ്ഥലമായ ആ ബാങ്കിലേക്ക് പോയിരിക്കുകയാണ്. അവർ രണ്ടുപേരും അവരുടെ കുട്ടിയെ തിരിച്ചു കിട്ടാത്തതുകൊണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഈ പ്രതിഷേധങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡ് ആകുന്നുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസും അവരുടെ പ്രതിഷേധത്തെ അനുകൂലിച്ച് സമരം നടത്തുന്നു. ബാങ്കിൽ വെച്ച് രാജീവൻ പോലീസിന് സറണ്ടർ ആകുന്നു. സമരം നടത്തിയ മീരയെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഈ നടന്ന പ്രതിഷേധങ്ങളെക്കുറിച്ചുള്ള വാർത്തയൊക്കെ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തുന്നു. മുഖ്യമന്ത്രി രാജീവനോട് സംസാരിക്കാൻ അയാളെ അവിടേക്ക് വിളിപ്പിക്കുകയാണ്. കുട്ടിയെ രാജീവൻ ഓൾറെഡി സേഫ് ആക്കിയിട്ടുണ്ടാകുമെന്നും CMന് അറിയാമായിരുന്നു. കുട്ടി എവിടെയുണ്ടെന്ന് CM അവനോട് ചോദിക്കുന്നു. അപ്പോൾ നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അനസിനെ പോലീസ് ക്വാർട്ടേഴ്സിന്റെ അടുത്ത് കണ്ട് സംശയം തോന്നിയ ജേക്കബ് രാജീവനെ അങ്ങോട്ട് വിളിച്ചിരുന്നു. അനസിന്റെ ക്വാർട്ടേഴ്സിൽ വന്ന് നോക്കിയ രാജീവൻ അവിടെ പൈസയുള്ളത് അനസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അനസിന് തന്റെ അളിയൻ തന്നെ ചതിച്ചു എന്ന് മനസ്സിലായി. രാജീവൻ അനസിനെയും അളിയന്മാരെ അടിച്ചിട്ട് ജിയെ അവിടുന്ന് രക്ഷിക്കുന്നു. വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. കുട്ടി എവിടെയുണ്ടെന്ന് CM അവനോട് ചോദിക്കുന്നു. രാജീവൻ തന്റെ ഒരു ഡിമാൻഡ് CMന്റെ മുന്നിൽ വെച്ചു. തന്റെ കുട്ടികൾ സേഫായി സ്കൂളിൽ പോകണമെന്നായിരുന്നു അവന്റെ ഒരേ ഒരു ഡിമാൻഡ്. അതിന് മുഖ്യമന്ത്രി ഓക്കെ പറഞ്ഞു. എന്നിട്ട് മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുകയാണ്. കുട്ടിയെ പോലീസ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ നിന്ന് കണ്ടെത്തിയെന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ അനസിനെയും ബന്ധുക്കളെയും അറസ്റ്റ് ചെയ്തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നിട്ട് രാജീവൻ ഒരു ഇന്നസെന്റ് ആണെന്നും വഞ്ചിയൂർ ബാങ്കിൽ നടന്ന മോഷണവുമായി രാജീവൻ ഒരു ബന്ധവും ില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഈ മോഷണം കാരണം രാജീവനും കുടുംബവും ഒത്തിരി വേട്ടയാടപ്പെട്ടു. അയാളുടെ കുട്ടിയും കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. ഇതിന് സ്റ്റേറ്റും മീഡിയയും എല്ലാം ഉത്തരവാദികളാണ്. അതുകൊണ്ട് CM എല്ലാവരുടെയും പേരിൽ അവരോട് മാപ്പ് പറയുകയാണ്. രാജീവനെയും കുടുംബത്തെയും ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിക്കാതെ അവരെ വെറുതെ വിടണമെന്നും CM പറഞ്ഞു. ഈ സംഭവത്തിൽ നേരിട്ടിടപെട്ട മുഖ്യമന്ത്രി തന്റെ പ്രതിച്ഛായ രക്ഷിക്കുകയാണ് ചെയ്തത്. ഈ പത്രസമ്മേളനത്തിന്റെ അവസാനത്തില് പീഡനക്കേസിൽ ഒളിവിലായ MLA പിടികൂടിയ ന്യൂസ് മുഖ്യമന്ത്രി മീഡിയയ്ക്ക് കൊടുക്കുകയുണ്ടായി. സെൻസേഷണൽ ആയിട്ടുള്ള ഈ ന്യൂസ് പുറത്തു വന്നതോടെ രാജീവന്റെ ന്യൂസ് വിട്ട് എല്ലാവരും
ഇതിന്റെ പിന്നാലെ പോകാൻ തുടങ്ങി. ഈ കാരണം കൊണ്ട് രാജീവന് തന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നത് ഈസിയായി മാറി. ഈ സംഭവത്തിന് ശേഷം മീരയും രാജീവനും അവരുടെ ഇടയിലുള്ള ഡിഫറൻസസ് ഒക്കെ മറന്ന് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഈ സംഭവത്തിന് ശേഷം എല്ലാവരും അവരുടെ അടുത്ത് നോർമലായിട്ടാണ് പെരുമാറാൻ തുടങ്ങുന്നത്. അവരുടെ അയൽക്കാര് രാവിലെ അവർക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയുണ്ടായി. ജിയയും രാജീവന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. ജേക്കബ് രാജീവൻ തരാമെന്ന് പറഞ്ഞ 70 ലക്ഷം രൂപ എടുക്കുകയും ബാക്കി പൈസ സേഫായി വെച്ച് അതിന്റെ ലോക്കറിന്റെ ചാവി രാജീവന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ജേക്കബിനും ഭാര്യയ്ക്കും ഒറ്റ മകളായിരുന്നു. അവൾക്ക് എന്തോ മാരക അസുഖമുണ്ടായിരുന്നു. അത് ചികിത്സിക്കാൻ വേണ്ടി അയാൾ കുറെ പേരുടെ അടുത്തുനിന്ന് കടം വാങ്ങിയിരുന്നു. കുറെ ചികിത്സിച്ചിട്ടും അയാളുടെ മകൾ മരണപ്പെട്ടിരുന്നു. ആ പൈസയൊക്കെ തിരിച്ചു കൊടുക്കാനാണ് അയാൾ ഈ 70 ലക്ഷം രാജീവന്റെ അടുത്തുനിന്ന് വാങ്ങിയത്. അപ്പോൾ മീര രാജീവന്റെ അടുത്ത് ആ പൈസയൊക്കെ എവിടെയെന്ന് ചോദിക്കുന്നു. രാജീവനും മീരയും തങ്ങളുടെ മുന്നിൽ 3 ചാക്കിൽ പൈസ വെച്ചിരിക്കുകയാണ്. അതിനെ നോക്കിക്കൊണ്ട് ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് അവർ രണ്ടും ഇരിക്കുന്നതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവിയുടെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.